ഏറെ ദിവസമായി നമ്മൾ ഏറ്റവും കൂടുതൽ നിന്നത് ആ വാർത്തയിൽ തന്നെയാണ്. ഷിരൂരിൽ നിന്നാണ് കൂടുതൽ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നതും. അപ്പോൾ നോക്കാം ഷിരൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന്. ഷിരൂരിൽ നിരാശ. പതിമൂന്ന് ദിവസം നാടൊന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും ശുഭവാർത്തകൾ ഒന്നും തന്നെയില്ല. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. അവസാന പ്രതീക്ഷയായിരുന്ന ഈശ്വർ മാൽപയുടെ ദൗത്യവും ഫലം കണ്ടില്ല. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ആശ്വാസ വിവരമൊന്നുമില്ലാതെ 13 നാൾ പിന്നിടുന്നു. ആശാവഹമായ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നത് വലിയ നിരാശയും ഒപ്പം സങ്കടവുമാണ് സമ്മാനിക്കുന്നത്. കുത്തിയൊലിച്ചു വരുന്ന ഗംഗാവലിപ്പുഴയുടെ അടിക്കടിയുള്ള സ്വഭാവമാറ്റമാണ് തിരച്ചിലിലെ പ്രധാന വെല്ലുവിളി. കലങ്ങിമറിഞ്ഞു വരുന്ന വെള്ളത്തിനൊപ്പം കല്ലും മണ്ണും ചെളിയുമുണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ നദിയിലിറങ്ങി നടത്തിയ തിരച്ചിലായിരുന്നു ഏക പ്രതീക്ഷ. ഒടുവിൽ ഒന്നുമില്ലാതെ ഈശ്വർ മാൽപയും തിരികെ കയറി. ഇന്നലെ 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലും ഒന്നും കണ്ടെത്താനായില്ല. തകരശീറ്റുകളും മരകഷ്ണങ്ങളും മാത്രമാണ് നദിയിലിറങ്ങിയുള്ള തിരച്ചിലിൽ കിട്ടിയത്. ലോറിയുടെ ഭാഗങ്ങളോ കിട്ടിയില്ല. അവശേഷിച്ച ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. പക്ഷേ അവിടെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4 പോയിന്റിലും നോക്കിയിട്ടും ട്രക്ക് കണ്ടെത്താനായില്ലെന്നും അതീവ ദുഃഖമുണ്ടെന്നും ഈശ്വർ മാൽപേ. എല്ലാത്തും ഒരു പോയിന്റ് ആക്കി ആ 4 പോയിന്റിൽ നമുക്ക് കിടച്ചില്ല. അത് അവിടെ കിടച്ചിട്ട് നമുക്ക് ഈ വീട്ടിൻ്റെ തകട് ഷീറ്റ്, കമ്പി, ഈ കറണ്ടിൻ്റെ ഇത് റോഡ് എല്ലാം കിട്ടി. അവിടെ ട്രക്ക് എവിടെ ഉണ്ടെന്ന് കാണാൻ വയ്യ. ಯಾಕಂದ್ರೆ കീഴെ അത്ര കത്തലായിട്ടുണ്ട്. ഇത് കമ്മി ആവുന്നുണ്ട്, ക്ലീൻ ആവുന്നു. തണ്ണി ക്ലീൻ ആയാൽ ഒരു ഇത് വേണ്ട, സ്കൂബ ഡൈവ് ആക്കി എല്ലാം നോക്കാം. പുഴയ്ക്കടിയിലേക്ക് പോയപ്പോൾ വലിയ പാറകളും മരകഷ്ണങ്ങളും തടസ്സമായി. വരുന്ന 21 ദിവസം ഷിരൂരിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് അവലോകന യോഗത്തിൽ തീരുമാനം. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ ശേഷം ദൗത്യം പുനരാരംഭിക്കാനാകുമെന്നും തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ വ്യക്തമാക്കി. Thrissur, okay. We spoke to, from the morning I am talking to them. And they have told that concurrence has to be required from the district administration, and the same concurrence we are following up from the morning and evening also. We have told our all 3 MLA sabs that Baba, you have to also talk to them because it is from Kerala only and it is with the agriculture department. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നും പെട്ടെന്ന് തിരച്ചിൽ നിർത്തുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും അർജുന്റെ കുടുംബം പ്രതികരിച്ചു. ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് കർണാടകയുടെ വാദം. ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വ്യക്തതയില്ല. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഇവിടെ എത്തിയതിനു ശേഷം നടത്തിയ കൂടിയാലോചനകളിൽ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ ദൗത്യം കുറെ കൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട്. അനുകൂല കാലാവസ്ഥയുണ്ടായിട്ടും തിരച്ചിൽ നിർത്തിയത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് അവിടുത്തെ MLA സർക്കാർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധ്യമായതെല്ലാം ചെയ്തിട്ടും അർജുൻ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എത്തിക്കാനാകുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും ലോറി പോലും കണ്ടെത്താനായില്ലെന്നത് വലിയ നിരാശയും. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. ഉത്തരങ്ങൾക്കായി ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും?
ടീം 24 ശിരൂർ. വലിയ സങ്കടമായി ശിരൂർ അങ്ങനെ മലയാളികളുടെ മനസ്സിൽ നിൽക്കുകയാണ്. ഇത്രയും നാളെ തിരച്ചിലുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. എന്തായാലും അവിടുത്തെ വെള്ളം ഇറങ്ങിയതിന് ശേഷം കൂടുതൽ തിരച്ചിൽ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ് പെട്ടെന്ന് കിടക്കുന്നത്. കോഴിക്കോട് കനോലി കനാലിൽ കാൽവഴുതി വീണ യുവാവ് മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. കുന്നമംഗലം സ്വദേശി പ്രവീണാണ് മരിച്ചത്. സ്കൂബ ടീം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, പ്രവീൺ പുഴയിൽ വീണ് 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാളെ കണ്ടെത്താനായത്. ഒടുവിൽ മരണവാർത്ത വരുന്നു. അല്പസമയം മുൻപാണ് ഈ അപകടം നടന്ന വിവരം നമ്മൾ അറിയുന്നത്. പിന്നീട് ഇയാളെ കണ്ടെത്തി, പ്രവീണിനെ കണ്ടെത്തി എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പ്രവീൺ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനാണ് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മീൻ പിടിക്കുന്നതിനിടെ അബദ്ധത്തിൽ കാൽ വഴുതി ഈ കനാലിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ആ വിവരങ്ങളടക്കം അഭിജിത്ത് മുഴക്കുന്നു നൽകും കോഴിക്കോട് നിന്നും. അഭിജിത്ത്, കേൾക്കാമോ? പ്രജിൻ, ഇന്ന് ഏതാണ്ട് 7:30 മണിയോടടുപ്പിച്ചാണ് ഈ അപകടമുണ്ടായത്. കനോലി കനാലിന് സമീപത്ത് വെച്ച് മീൻ പിടിക്കുകയായിരുന്നു ഈ പ്രവീൺ എന്ന യുവാവ്. അദ്ദേഹം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനാണ്. ഇതിനിടയിൽ ഈ മീൻ പിടിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അബദ്ധത്തിൽ കാൽവഴുതി കനോലി കനാലിലേക്ക് പതിക്കുന്നത്. ആ സമയം അവിടെ കുറച്ചു പേരുണ്ടായിരുന്നു. അവർ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനൊക്കെയുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും തുടർന്ന് സ്കൂബ ടീം അംഗങ്ങൾ എത്തി ഇദ്ദേഹത്തിനായി ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തത്. മണിക്കൂറുകൾക്ക് ഇപ്പുറമാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം പതിവായി ഇവിടെ എത്തുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു അപകടം. ഏതായാലും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ, പ്രവിത. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് ആ സങ്കട വാർത്ത ഇപ്പോൾ കോഴിക്കോട് നിന്നും അറിയിച്ചത്. ശിരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 24ന്റെ പ്രത്യേക പരമ്പര ദുരന്തം വരുന്ന വഴികൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, ഈ ശിരൂർ കുന്നുകളിൽ ഈ രീതിയിൽ നേരത്തെ തന്നെ ഈ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് വന്നതാണ്. അപ്പോൾ പരിസ്ഥിതി ലോല മേഖലയാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം കൊടുത്തിട്ടും ദേശീയപാത നിർമ്മിച്ചപ്പോൾ അതൊന്നും കണക്കിലെടുക്കാത്ത നിർമ്മാണമായിരുന്നു നടന്നതെന്ന ആക്ഷേപം ഇപ്പോൾ കർണാടക സർക്കാരിനെതിരെയും ഉയരുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ കേരളത്തിലും അത്തരം സംഭവങ്ങളുണ്ട്, അത്തരം സ്ഥലങ്ങളുണ്ട് എന്ന കാര്യം കൂടി അറിയുക. പലതവണ 24 ഉൾപ്പെടെ അത്തരം വാർത്തകൾ നൽകിയതുമാണ്. ഇന്നലെ കോഴിക്കോടത്തെ വിവരമാണെങ്കിൽ ഇന്ന് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച് മണ്ണെടുത്ത പലയിടങ്ങളിലും വൻ അപകടം പതിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദുരന്ത പ്രതിരോധത്തിന് കാര്യക്ഷമമായ ഇടപെടലും ഒന്നും ഉണ്ടാകുന്നില്ല. അപായഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അനേകരുണ്ടെങ്കിലും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. അശാസ്ത്രീയമായി വലിയ ആഴത്തിൽ കുന്നിടിച്ചുള്ള ദേശീയപാത നിർമ്മാണം സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളുടെ ക്ലാസിക് ഉദാഹരണമാണ് എനിക്ക് പിന്നിൽ കാണുന്ന കണ്ണൂർ ആറ്റടപ്പയിലെ ആ തകർന്ന വീട്. സോയിൽ നെയിലിംഗ് അടക്കമുള്ള സംരക്ഷണ കവചങ്ങൾ ഇവിടെ യാതൊരു പ്രയോജനവും ചെയ്തില്ലെന്നതുകൂടി കാണണം. കണ്ണൂർ ആറ്റടപ്പയിൽ 20 മീറ്റർ താഴ്ചയിലാണ് ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചത്. മണ്ണിടിച്ചിൽ തടയാൻ സോയിൽ നെയിലിംഗ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. എല്ലാം സുരക്ഷിതമെന്ന് അവകാശപ്പെട്ടെങ്കിലും നിർമ്മാണം നടക്കുന്നതിന് സമീപത്തെ ഷീബയുടെ വീട് നിലംപൊത്തി. തൊട്ടടുത്ത VV ഉപേന്ദ്രന്റെ വീടും അപകടാവസ്ഥയിൽ. നമ്മളൊരു പട്ടിക്കൂടിൻ്റെ ഒരു പട്ടയിൽ അത്ര പോലും തിക്നെസ് ഇല്ലാതെ ഒരു ഇത് വെച്ചിട്ടാണ് സോയിൽ നൈലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് ഒരു സേഫ്റ്റിയും നമ്മളെ വീടുകൾക്കൊന്നും കൊടുക്കാനും പറ്റില്ല. ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കും കൊടുക്കാൻ പറ്റില്ല. ഏത് സമയത്തും അത് സോയിൽ നൈലിംഗ് അടക്കം അടന്നു വീഴാൻ സാധ്യതയുണ്ട്. എളയാവൂരിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഏറ്റെടുത്ത ഭൂമിയുടെ പരിധിയും വിട്ട് മണ്ണിടിച്ചിൽ. അന്തിയുറങ്ങുന്ന വീട് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്ന ആശങ്കയിൽ പ്രദേശവാസിയായ ബിജു. നല്ലൊരു ഉറപ്പിലുള്ള മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം അതിൻ്റെ ഉള്ളിൽ ഫുൾ വെള്ളം കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവസ്ഥ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ നേരെ വേക്കലല്ലേ അടിയിൽ തെങ്ങ്. ഇനി അതും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെയും അടുക്കളേൻ്റെ ഭാഗം എത്തി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് എങ്ങനെ പൊട്ടുന്നുള്ളതെന്ന് നമുക്കറിയില്ല. നമുക്കൊരു സംരക്ഷണം തരണം, അതാണ് നമ്മുടെ ആവശ്യം. എന്തായാലും ആവശ്യം. 30 മീറ്റർ ആഴത്തിൽ മണ്ണെടുത്ത തളിപ്പറമ്പിലെ പുളിമ്പറമ്പ്, എടക്കാട് മേഖലയിലെ പൂരോന്നുകുന്ന്,
ആശങ്കപ്പെടുത്തുന്ന അശാസ്ത്രീയ നിർമ്മാണങ്ങൾ അനവധിയിടങ്ങളിൽ. കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി അനിവാര്യമായ ഇടങ്ങളിൽ സോയിൽ നെയിലിംഗ് മാത്രം. വൻ ദുരന്തങ്ങൾ പടിവാതിൽക്കലെങ്കിലും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നിസ്സംഗത വിട്ടുണർന്നിട്ടില്ല. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. മഴ വരുമ്പോഴാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വീണ്ടും ഭയം കൂടുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതും ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശിരൂർ അപകടം അതൊരു വലിയ എന്താ പറയുന്നത്, ഒരു അലാമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ അധികൃതർ എന്താണ് നടപടി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നലെയും ഈ വാർത്ത, അതായത് കോഴിക്കോട് ഇത് സമാനമായ ഒരു ദേശീയപാത നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെയും മണ്ണിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുന്നിടിച്ചിട്ടാണ് ആ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവരും വലിയ ആശങ്കയിലാണ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ മാത്രമാണോ, ഒരു അപകടം നടക്കുമ്പോൾ മാത്രമാണോ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട് നേരത്തെ ചെയ്യുന്നില്ല? അതങ്ങനെയല്ല, ഒരുപാട് തവണ, എനിക്ക് തോന്നുന്നു 10-ലേറെ തവണ അത്തരം വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 24 മാത്രമല്ല, മറ്റ് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അധികൃതർ അത് യഥാർത്ഥ രീതിയിൽ അത് എടുക്കുന്നില്ല, യഥാവിധി വേണ്ട രീതിയിൽ അത് കാണുന്നില്ല എന്നതാണ് സങ്കടകരം. നേരെ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ അപകടത്തിൽ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ്. 9 ആവശ്യങ്ങൾ ഉന്നയിച്ച് റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നുവെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓൾഡ് രാജേന്ദ്ര നഗറിൽ പ്രവർത്തിക്കുന്ന റാവൂസ് IAS സ്റ്റഡി സെന്ററിലാണ് ദാരുണ സംഭവം. ശക്തമായ മഴയിൽ ഓടയിലെ വെള്ളം ഗേറ്റ് തകർത്ത് ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറി. ആ സമയത്ത് ഒരു 14 ലൈബ്രറി ഉണ്ടായിരുന്നാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു, കുറേ പേര് NDRF രക്ഷപ്പെടുത്തി. പക്ഷേ എങ്കിലും കുറേയേറെ കുട്ടികൾ അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി നെവിൻ ഡാൽവിൻ, ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ്, തെലങ്കാന സ്വദേശി തന്യ സോണി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ആറന്മുള ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നുവെന്ന ബന്ധുക്കൾ ആരോപിച്ചു. और यहाँ आके जो मुझे जानकारी मिली थी कि सुबह 9 बजे पोस्टमार्टम स्टार्ट हो जाएगा और अभी तक स्टार्ट नहीं हुआ, तो आपके माध्यम से एक तो इसको प्रक्रिया को थोड़ा जल्दी करा दें. मैं रहने वाला अम्बेडकर नगर का हूँ, तो मुझे वहाँ जाना है, 800 किलोमीटर दूर है. അപകടത്തിന് പിന്നാലെ 9 ആവശ്യങ്ങൾ ഉന്നയിച്ച വിദ്യാർത്ഥികൾ കരോൾ ബാഗിൽ റോഡ് ഉപരോധിച്ചു. DCP M ഹർഷവർദ്ധൻ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. റാവൂസ് IASലെ ഈ അപകടം അധികൃതരുടെ കടുത്ത അനാസ്ഥയിലേക്കും ചൂഷണത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. അപ്പോൾ നമ്മൾ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംസ്ഥാനത്തെ മഴ സാഹചര്യം എന്നുകൂടി നമുക്ക് നോക്കാം. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ തീരദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് മഴക്കെടിയുടെ വാർത്ത എന്നുള്ളത് നോക്കാം. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വീശിയടിച്ച കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായി. താമരശ്ശേരി ചുരത്തിൽ മരങ്ങൾ വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പത്തനംതിട്ട പന്തളത്തുണ്ടായ മിന്നൽ ചുഴിയിൽ നിരവധി വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വടക്കൻ കേരളത്തിലെ വൈദ്യുതി തടസ്സങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ കൊല്ലം പുനലൂരിൽ വ്യാപക നാശമുണ്ടായി. പുനലൂർ ശിവൻകോവൽ റോഡിൽ മരം കടപുഴകി വീണു. പ്രദേശത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന് കേടുപാടുണ്ടായി. കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ ഇന്ന് പുലർച്ചെയാണ് ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റ് ആഞ്ഞു വീശിയത്. താമരശ്ശേരി ചുരത്തിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊടുവള്ളി ആവിലോറയിൽ ട്രാൻസ്ഫോമർ മരം വീണ് നിലംപൊത്തി. തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ഷീറ്റ് പറന്ന് വൈദ്യുതി ലൈനിൽ വീണു. മേപ്പയൂർ കുഴുക്കല്ലൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. പുതുക്കുടിക്കണ്ടി സ്വദേശി രതീഷും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബാലുശ്ശേരി കൊക്കല്ലൂരിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് ദമ്പതികൾക്ക് പരുക്കേറ്റു. ശക്തമായ കാറ്റിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി എക്സൈസ് സർക്കിൾ ഓഫീസ് കെട്ടിടത്തിന്റെ ഓടുകൾ പറന്നുപോയി. കക്കയം, കൂരാച്ചുണ്ട്, മുക്കം മേഖലകളിലും കനത്ത നാശനഷ്ടമാണുണ്ടായത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബാണാസുര അണക്കെട്ടിൽ
ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് 773.5 മീറ്ററായി ഉയർന്നാൽ ഷട്ടറുകൾ ഉയർത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പന്തളത്തുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. ഇടുക്കി ആനച്ചാലിൽ ഓടുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണു. അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോകുന്നൊരു സമയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രകൃത ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. എന്താണ് കഴിച്ചത്? എന്താ കഴിച്ചത്? ചപ്പാത്തി. അപ്പോൾ നമ്മൾ ഒരു ദിവസം എന്ത് കഴിക്കണം, അത് എങ്ങനെ കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. തീർച്ചയായിട്ടും സമീകൃത ആഹാരം അതെങ്ങനെ വേണം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഒരു വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സമീകൃത ആഹാരമാണോ കഴിക്കുന്നത് എന്നുള്ളത് എല്ലാം അടങ്ങിയ അതിനെക്കുറിച്ചാണ്. എന്താണ് സമീകൃത ആഹാരം, എന്താണ് കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം, എത്രമാത്രം ഉൾപ്പെടുത്തണം, ഈ കാര്യങ്ങളൊക്കെ നമുക്കിന്നറിയാം. ഡോക്ടർ സൗമ്യ സരിൻ സംസാരിക്കുന്നു. ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല രോഗങ്ങളും, ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന രോഗങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ തെറ്റായിട്ടുള്ള ശീലങ്ങളും അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ്. നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ആഹാരം സമീകൃതമായിരിക്കണം, അതായത് ബാലൻസ്ഡ് ആയിരിക്കണം. എന്താണ് സമീകൃത ആഹാരം? ഒരു കൃത്യമായ അളവിൽ വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 7 ഘടകങ്ങളാണുള്ളത്. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, പ്രോട്ടീൻ അഥവാ മാംസ്യം, ഫാറ്റ് അഥവാ കൊഴുപ്പ്, വൈറ്റമിനുകൾ, മിനറലുകൾ അഥവാ ധാതുലവണങ്ങൾ, ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, വെള്ളം. ഇത്രയും പദാർത്ഥങ്ങൾ കൃത്യമായ അളവിൽ, അതാണ് പ്രധാനപ്പെട്ടത്, ഇതെല്ലാം അടങ്ങണം, കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം മാത്രമല്ല നമ്മൾ ഓരോ നേരത്തെ ഭക്ഷണവും കഴിക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കാണുന്ന പല രോഗങ്ങളും, ജീവിതശൈലി രോഗങ്ങളടക്കമുള്ള പ്രമേഹം, BP, കൊളസ്ട്രോൾ, പൊണ്ണത്തടി, ഇതെല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് സമീകൃത ആഹാരം. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഒരു ദിവസം എത്രമാത്രം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം നമ്മുടെ ഭക്ഷണക്രമത്തിൽ എന്ന കാര്യമാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ഡോക്ടർ സൗമ്യ സരൻ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് കുറച്ച് നാളുകളായി ടിപ്സ് ഒക്കെ തരുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറിന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. കുട്ടികളുടെ ആരോഗ്യം, വളർച്ച, ഭക്ഷണം, അങ്ങനെ കുട്ടികളുടെ എന്തൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ അറിയണോ അതെല്ലാം ഡോക്ടർ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകമാണ് ഡോക്ടറുടേത്. ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ ഓഗസ്റ്റ് അടുത്ത മാസം 3-ാം തീയതി കൊച്ചിയിൽ വെച്ചാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും നമുക്ക് നേരാം അല്ലേ ഡോക്ടർ? ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോകാം. റിയാദ് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. വൈകിട്ട് 7-ന് കണ്ണൂരിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനം മുന്നറിയിപ്പില്ലാതെ ബംഗളൂരുവിൽ ഇറക്കിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കണ്ണൂരിലേക്ക് പോകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നുവെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചെയ്തുകൊണ്ട് കൂടുതൽ സജോ, എന്താണ് ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ കണ്ണൂരിൽ ഇറങ്ങേണ്ട വിമാനം, അതും ബംഗളൂരുവിലേക്ക് പോകാനുള്ള കാരണം? അതിൽ എന്തെങ്കിലും വിശദീകരണം അധികൃതർ നൽകുന്നുണ്ടോ? പ്രജിൻ, റിയാദിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ബംഗളൂരുവിൽ ഇറക്കിയത്. ഇക്കാര്യത്തിൽ അധികൃതരുടെ വിശദീകരണം, മോശം കാലാവസ്ഥയെ തുടർന്ന് കണ്ണൂരിൽ ലാൻഡ് ചെയ്യുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി. പിന്നാലെയും ഈ വിമാനം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. ബംഗളൂരു വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 4 മണിക്കൂറോളമായി യാത്രക്കാർ ഈ വിമാനത്തിൽ തന്നെ ബംഗളൂരു വിമാനത്താവളത്തിൽ തുടരുകയാണ്. ഇതേ വിമാനം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അടുത്ത സർവീസിനായി. യാത്രക്കാർ തുടരുകയാണ്. ഇതേ വിമാനത്തിൽ തന്നെ യാത്രക്കാരെ കണ്ണൂരിൽ ഇപ്പോൾ കാലാവസ്ഥാ പ്രതിസന്ധി തുടരുന്നില്ല. മറ്റു വിമാനങ്ങൾ പിന്നീട് എത്തി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തിരികെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് തന്നെ എത്തിക്കാം എന്നാണ് അധികൃതർ ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചത്. പക്ഷെ 4 മണിക്കൂറോളം ആകുന്നു. ഇക്കാര്യത്തിൽ ബദൽ ക്രമീകരണം സംബന്ധിച്ചോ തിരികെ കണ്ണൂരിലേക്ക് എത്തുന്നത് സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു വ്യക്തതയില്ല എന്നതാണ് യാത്രക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതിയും വിമർശനവും. അവർ വലിയ പ്രതിഷേധവും ബഹളവും ഒക്കെയും അവിടെ ഉന്നയിച്ചു. അവർ പറയുന്ന ഒരു കാര്യം, ക്യാബിൻ ക്രൂ അടക്കമുള്ളവർ പ്രത്യേകിച്ച് വിശദീകരണങ്ങളും മറുപടികളും നൽകാതെ ബംഗളൂരുവിൽ അവർ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. യാത്രക്കാർ വിമാനത്തിൽ തന്നെ തുടരുകയാണ്. പൈലറ്റും മറ്റ് ക്യാബിൻ ക്രൂവും അടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങി. അവർ എന്തെങ്കിലും ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നില്ല. കുറഞ്ഞ സമയത്ത് ലീവിനടക്കം എത്തിയ ആളുകളുണ്ട്. വിമാനം എപ്പോൾ കണ്ണൂരിലേക്ക് എത്തിക്കും, ബദൽ ക്രമീകരണം എന്താണ്, ഇനി ഇറങ്ങിയ ക്യാബിൻ ക്രൂ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ക്യാബിൻ ക്രൂ എത്തുമോ എന്ന കാര്യത്തിലൊന്നും
ഒരു ഉറപ്പ് ലഭ്യമാകുന്നില്ല. അങ്ങനെയെങ്കിൽ എപ്പോഴത്തേക്ക് തിരികെ പോകാൻ കഴിയും? അത് സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പുകൾ, ഔദ്യോഗിക ആശയവിനിമയം നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയിക്കണം എന്നൊക്കെ അവിടെയുള്ള ആളുകളോട് അറിയിച്ചെങ്കിലും എന്തെങ്കിലും ഒരു മറുപടി ലഭ്യമായില്ല എന്നാണ് ഈ യാത്രക്കാർ പരാതിയിൽ പറയുന്നത്. ഇത്രയധികം സമയം പിന്നിട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് സ്വാഭാവികമായും വിമാനം വഴിതിരിച്ചു വിടാറുണ്ട്. അങ്ങനെ ആ നിലയ്ക്കാണ് ആ ഘട്ടത്തിൽ പൂർണ്ണമായും സഹകരിക്കുകയാണ് ചെയ്തത് എന്ന് യാത്രക്കാർ പറയുന്നു. അതിനുശേഷം ബംഗളൂരുവിലെത്തി. പിന്നീട് അവിടെ നിന്ന് മറ്റു വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്ത പശ്ചാത്തലത്തിൽ മറ്റു കാലാവസ്ഥ പ്രതിസന്ധിയില്ല, അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതുവരെ അക്കാര്യത്തിൽ ഒരു ഉറപ്പും വ്യക്തതയും വന്നിട്ടില്ലെന്നാണ് യാത്രക്കാർ ഉന്നയിക്കുന്ന പരാതി. ശരി, സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷൂട്ടിങ്ങിൽ 2 ഇനങ്ങളിൽ കൂടി ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ബാഡ്മിന്റണിൽ PV സിന്ധുവും മലയാളി താരം HS പ്രണോയും ജയത്തോടെ തുടങ്ങി. അപ്പോൾ ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് നൽകും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ. അനിൽ, അപ്പോൾ ഒന്ന്, ഇന്ത്യ മെഡൽ വേട്ട തുടങ്ങിയിട്ടുണ്ട്. മനു ഭാക്കർ നമ്മുടെ അഭിമാന താരമായി മാറുന്നു. അപ്പോൾ ഷൂട്ടിങ്ങിൽ വീണ്ടും ഇന്ത്യൻ പ്രതീക്ഷകൾ ഉയരുന്നുണ്ട്. എന്താണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ? ഒപ്പം തന്നെ ബാഡ്മിന്റണിൽ ഇനിയുള്ള എതിരാളികൾ ആരൊക്കെയാണ് ഇന്ത്യൻ താരങ്ങളുടെ? പ്രജിൻ, ഇന്ത്യ ഷൂട്ടിംഗ് റേഞ്ചിൽ അങ്ങനെ മെഡൽ വേട്ട തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും ഇന്ത്യക്ക് പ്രതീക്ഷിക്കുന്ന ഇനങ്ങൾ അവിടെ തന്നെയാണ്. 2 താരങ്ങൾ മെഡൽ പ്രതീക്ഷകളുമായി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലെ പുരുഷ വനിതാ വിഭാഗങ്ങളിലാണ് രമിതയും അർജുനും ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. നാളെയാണ് ആ ഫൈനൽ മത്സരം നടക്കുന്നത്. 2ലും നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ മനു ഭാക്കർ പങ്കെടുക്കുന്ന മിക്സഡ് ഇവൻറ്റും നാളെയുണ്ട്. അതിൻ്റെ പ്രിലിമിനറി റൗണ്ടുണ്ട്. അതിൻ്റെ മെഡൽ കാര്യത്തിലും നാളെ തന്നെ തീരുമാനമാവുമെന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യയുടെ കൂടുതൽ മെഡൽ മുഴക്കങ്ങൾ കേൾക്കാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ബാഡ്മിൻ്റണിലും ഇന്ത്യയുടെ കുതിപ്പാണ്. ഇന്ന് ഇന്ത്യ ഏറ്റവും മെഡൽ പ്രതീക്ഷ വയ്ക്കുന്ന PV സിന്ധു ജയത്തോടെ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയാളികളുടെ അഭിമാനം HS പ്രണോയും അദ്ദേഹത്തിനും ജയത്തോടെ തുടങ്ങാനായി. അങ്ങനെയുടെ ഇന്ത്യക്കായി മത്സരിക്കുന്ന എല്ലാ താരങ്ങളും ബാഡ്മിൻ്റണിൽ ആദ്യ റൗണ്ടിൽ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. വരും മത്സരങ്ങളിലും ഇന്ത്യക്ക് ആ മികവ് പുലർത്താൻ സാധിക്കുമെന്നും ഒപ്പം തന്നെ ബാഡ്മിൻ്റണിൽ എല്ലാ കാലത്തും കഴിഞ്ഞ ഒളിമ്പിക്സുകളിലൊക്കെ തന്നെ ഇന്ത്യ മെഡൽ നേടിയിട്ടുണ്ട്. ഇത്തവണ അത് ആവർത്തിക്കുമെന്ന് നമുക്ക് അങ്ങനെ കരുതാം. ഒപ്പം തന്നെ ഒരു നിരാശ ഇന്നുണ്ടായിരിക്കുന്നത് അജന്ത ശരത് കമാലിന് ടേബിൾ ടെന്നീസിൽ ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റുപുറത്തായി എന്നത് മാത്രമാണ്. ഒപ്പം തന്നെ റോവിങ്ങിൽ ബൽരാജ് പൻവാർ ക്വാർട്ടറിലേക്ക് മുന്നേറി എന്ന സന്തോഷമുണ്ട്. ഏറ്റവും ഒടുവിൽ നിഖാത് സരീൻ്റെ ബോക്സിങ്ങിൽ ആദ്യ റൗണ്ടിൽ ഒരു മികച്ച വിജയം സ്വന്തമാക്കി. അങ്ങനെ ഇന്ത്യക്ക് ഏറെക്കുറെ എന്ന് വെച്ചാൽ ഭൂരിഭാഗം മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. മെഡലുണ്ട്, ഒപ്പം തന്നെ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുണ്ട്. ഏക ഒരു നിരാശ അജന്ത ശരത് കമാലിൻ്റെ മാത്രമാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് മലയാളികൾക്ക് HS പ്രണോയുടെ വിജയം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ ഈ ഒരു മെഡൽ തിളക്കം റെക്കോർഡ് നമ്പറിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലാണ് 7 മെഡലുകൾ നേടി ഇന്ത്യ സർവകാല റെക്കോർഡ് ഇട്ടത്. ഇത്തവണ അത് 10ലേക്ക് നീളുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2ാം ദിനത്തിലെ ഈ മെഡൽ തിളക്കം വരും ദിവസങ്ങളിലും ആവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജിൻ, പ്രവിത. ശരി, അനിൽ വാസുദേവാണ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റുകൾ നൽകിയത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് നാളെ 3 മെഡൽ പ്രതീക്ഷയാണുള്ളത്. ഷൂട്ടിങ്ങിലും അമ്പെയ്ത്തിലുമാണ് മെഡൽ മോഹം. ബാഡ്മിന്റൺ നേരത്തെ അനിൽ പറഞ്ഞതുപോലെ ഹോക്കിയിലുമുണ്ട്. ഇന്ത്യ ജയം തുടരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാവട്ടെ. ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. ഷൂട്ടിംഗ് റേഞ്ചിൽ കൂടുതൽ മെഡൽ മുഴക്കം പ്രതീക്ഷിച്ച ഇന്ത്യ 10 മീറ്റർ എയർ റൈഫിൾ പുരുഷ വനിതാ വിഭാഗം ഫൈനലുകളിൽ മെഡൽ വേട്ടയ്ക്ക് ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങും. വനിതാ വിഭാഗത്തിൽ രമിത ജിൻഡാലിന്റെ മത്സരം ഉച്ചയ്ക്ക് 1 മണിക്ക്. പുരുഷ വിഭാഗത്തിലെ അർജുൻ ബാബുദയുടെ മത്സരം 3:30 നടക്കും. ബാഡ്മിന്റണിൽ ജയം തുടരാൻ ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങും. പുരുഷ ഡബിൾസിലെ സാത്വിക് ചിരാഗ് സഖ്യത്തിന്റെ മത്സരം ഉച്ചയ്ക്ക് 12. വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ ടാനിഷ സഖ്യത്തിന്റെ മത്സരം 12:50. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നിന്റെ മത്സരം 5:30. മെഡൽ പ്രതീക്ഷയുള്ള 3ാം ഇനം അമ്പെയ്ത്താണ്. പുരുഷ ടീമിന്റെ ക്വാർട്ടർ പോരാട്ടം വൈകിട്ട് 5:45. സെമിയും ഫൈനലും പിന്നാലെ നടക്കും. ഹോക്കിയിൽ ജയം തുടരാൻ നമ്മുടെ ടീം ഇറങ്ങുന്നുണ്ട്. വൈകിട്ട് 4:15 നടക്കുന്ന മത്സരത്തിലെ എതിരാളികൾ അർജന്റീന. അങ്ങനെ നമ്മളുടെ ഈ ഷോ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ത്യ ജയിച്ചു. നമ്മുടെ ശ്രീലങ്കയ്ക്കെതിരായ 2ാം T20യിൽ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരമാണെങ്കിലും ഇന്ത്യ ഒരു തകർപ്പൻ ജയം നേടിയിരിക്കുന്നു. 7 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ഇനി നമുക്ക് ഈ കായിക വാർത്തയിൽ നിന്ന് നേരെ രാഷ്ട്രീയ വാർത്തയിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വാർത്തകളിൽ ഇടം പിടിച്ച ഒന്നായിരുന്നു, പ്രത്യേകിച്ച് ഈ കോൺഗ്രസിലെ ഉൾപോര്. സംസ്ഥാന കോൺഗ്രസിലെ തർക്കത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒടുവിൽ ഹൈക്കമാൻഡ് വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്.
കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. എത്രയും വേഗം പാർട്ടിയിലെ പ്രശ്നങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം. സംസ്ഥാന കോൺഗ്രസിൽ അനാവശ്യ പ്രവണത നിലനിൽക്കുന്നു. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളും രഹസ്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നു. പല കാര്യങ്ങളും എരിവും പുളിയും ചേർത്താണ് മാധ്യമങ്ങളിൽ എത്തിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ അച്ചടക്കം നശിപ്പിക്കുന്ന പ്രവൃത്തിയാണിതെന്നും ഹൈക്കമാൻഡ് നിരീക്ഷിച്ചു. ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നിർദ്ദേശം നൽകി. അച്ചടക്ക ലംഘനം കണ്ടെത്തിയാൽ നടപടി ഉറപ്പെന്നും ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന KPCC യോഗത്തിലെ വിവരങ്ങൾ പുറത്തുപോയത് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചിരുന്നു. വിവരങ്ങൾ പുറത്തുവിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിവരങ്ങൾ പുറത്തായതിൽ പ്രതിഷേധിച്ച് KPCCയുടെയും DCCയുടെയും പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ അനുനയിപ്പിക്കാൻ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ തിരക്കിട്ട ഇടപെടൽ. 24 തിരുവനന്തപുരം. ഇനി മറ്റൊരു രാഷ്ട്രീയ വാർത്ത തന്നെയാണ്. CPIഎമ്മിനെതിരായ വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. SNDPയെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ മുന്നറിയിപ്പ്. SNDP ശാഖാ അംഗങ്ങളെ വിളിച്ചു ചേർക്കാനുള്ള CPIM തീരുമാനത്തിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഈഴവ വോട്ടുകൾ അകലുന്നതായുള്ള വിലയിരുത്തലിലാണ് പുതിയ നീക്കങ്ങളിലേക്ക് CPIM കടക്കുന്നത്. ആദ്യപടിയായി പാർട്ടി അനുഭാവികളായ SNDP അംഗങ്ങളുടെ യോഗം ശാഖാതലത്തിൽ വിളിച്ചു ചേർക്കാനായിരുന്നു തീരുമാനം. നീക്കം മണ്ടത്തരമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. SNDP പാർട്ടിയുടെ കയ്യിലാണ്. പുതിയ തീരുമാനങ്ങളിലൂടെ സമുദായത്തെ തകർക്കാൻ ശ്രമിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഇന്ന് പ്രബലമായി വളർന്നു നിൽക്കുന്ന SNDP യോഗം തകർക്കാനായിട്ടും തളർത്താനായിട്ടും അടിച്ചു തകർക്കാനായിട്ടും ഇന്ന് ഇടതുപക്ഷം വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമല്ല അവർക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാകും. ശൈലി മാറ്റിയാൽ ഈഴവ വോട്ടുകൾ തിരികെ എത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഈ നിലപാടും ഇന്നു തിരുത്തി. പിണറായിയുടെ ശൈലി എന്ന് പറഞ്ഞ ആ ശൈലി ഒന്നും മാറിയില്ല, ഇപ്പോഴും മാറിയില്ല. അദ്ദേഹത്തിൻ്റെ ശൈലിയായിട്ട് ജനങ്ങൾ താതാത്മ്യപ്പെട്ടുപോയി. അത് മാറ്റാനോ സാധിക്കില്ല. ഓരോരുത്തരും വളരുകയും ചെയ്ത ആ സാഹചര്യം അനുസരിച്ചാണ്. മൂന്നാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 24 കൊച്ചി. ഇനി അല്പസമയം മുൻപ് വന്ന വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ആലപ്പുഴ കലവൂരിൽ വാഹനാപകടത്തിൽ DYFI നേതാവ് ഉൾപ്പെടെ 2 പേർ മരിച്ചു. DYFI മാനാരിക്കുളം ഏരിയ സെക്രട്ടറി M രജീഷ്, അനന്തു എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനം കാറിൽ ഇടിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. മനീഷ്, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? 2 പേർക്ക് പരുക്കേറ്റിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? പ്രവിത, രാത്രി 9 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കലവൂർ വളവനാട് പ്രീതികുളങ്ങര മാരൻകുളങ്ങര റോഡിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. ഇവർ 5 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. വാഹനം പെട്ടെന്ന് നിയന്ത്രണം തെറ്റിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. കലിങ്കിലിടിച്ച് റോഡിന്റെ സമീപത്തൊരു വീട്ടിന്റെ മുമ്പിലുണ്ടായിരുന്ന തെങ്ങിൽ ചെന്ന് വാഹനം ഇടിക്കുകയായിരുന്നു. പിന്നീട് ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ആദ്യം അടുത്തുള്ള സ്വകാര്യ ആശുപത്രി പ്രൊവിഡൻസ് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുന്നത്. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഒപ്പം തന്നെ DYFIയുടെ മാരാരിക്കുളം ഏരിയ സെക്രട്ടറി M രജീഷ്, സഹപ്രവർത്തകൻ അനന്തു എന്നിവർ മരിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മറ്റു 3 പേർ കൂടി ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന വിവരമുണ്ട്. അവരെ പ്രൊവിഡൻസ് ആശുപത്രിയിൽ നിന്നും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവിത, പ്രജിൻ. ശരി, ആലപ്പുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു അക്രമത്തിന്റെ വാർത്തയാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പട്ടാപ്പകൽ സ്ത്രീക്ക് നേരെ വെടിവെപ്പ്. ചെമ്പകശ്ശേരി സ്വദേശി ഷിനിയെ വീട് കയറിയാണ് അക്രമിയായ സ്ത്രീ വെടിയുതിർത്തത്. അക്രമി എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8:30യോടെയാണ് നാഷണൽ ഹെൽത്ത് മിഷനിലെ ജീവനക്കാരിയായ ഷിനിയുടെ ചെമ്പകശ്ശേരി പെരുന്താന്നി പോസ്റ്റ് ഓഫീസ് ലൈനിലുള്ള വീട്ടിൽ കയറി അക്രമിയായ സ്ത്രീ വെടിയുതിർത്തത്. ഷിനിക്ക് പാഴ്സൽ നൽകാനെന്ന വ്യാജേനയാണ് സ്ത്രീ എത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. പാഴ്സൽ നൽകാൻ ഷിനി തന്നെ എത്തണമെന്ന് അക്രമി വാശി പിടിച്ചു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് 2 തവണ വെടിയുതിർത്തു. ഇത് തടയാൻ ശ്രമിക്കവെയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത്. തലയും മുഖവും മറച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എയർ ഗണ്ണോ അറിയില്ല എന്താണ് സംഭവം, അത് എടുത്തിട്ട് ഫയർ ചെയ്തതായിട്ട്. അപ്പോൾ കയ്യിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ബാക്കി അന്വേഷണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് വന്ന് എന്താണ് സംഗതികൾ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറയാം. അതേസമയം അക്രമിയായ സ്ത്രീ എത്തിയ വാഹനം സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന്
പോലീസ് കണ്ടെത്തി. പരുക്കേറ്റ ഷിനിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതിയിലേക്ക് എത്താവുന്ന സൂചനകളൊന്നും മൊഴിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പ്രതിക്കായി വഞ്ചിയൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 തിരുവനന്തപുരം. ഇന്ന് വന്ന ഒരു സങ്കട വാർത്തയിലേക്കാണ്. അത് കൊല്ലം പള്ളിമുക്കിൽ നിന്നായിരുന്നു ആ വാർത്ത വന്നത്. ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച ഒരു സംഭവം. എന്നാൽ ആ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി വ്യക്തമാക്കിയിട്ടുണ്ട്. കുതിരയ്ക്ക് ചികിത്സ ഉറപ്പാക്കിയെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കുതിരയെ ആക്രമിച്ച 3 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെന്നാണ് പോലീസ് നിഗമനം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇത്തരം ഒരു ക്രൂരത എന്തിന്റെ പേരിലായാലും നമുക്ക് ഒരു കാരണവശാലും അതൊന്നും ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്നല്ല. ഇത് വളരെ അടിയന്തരമായി തന്നെ 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ എന്ന PCA ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു കേസും കൂടിയാണിത്. കഴിഞ്ഞ 25-നാണ് യുവാക്കൾ ക്ഷേത്ര പരിസരത്ത് കെട്ടിയിട്ട കുതിരയെ ക്രൂരമായി മർദ്ദിച്ചത്. വടക്കേവിള നെട്ടിയം സ്വദേശി ഷാനവാസ് മൻസിലിൽ ഷാനവാസിന്റെ കുതിരയെ ക്ഷേത്ര ഭാരവാഹികളുടെ അനുമതിയോടെയാണ് ക്ഷേത്ര പരിസരത്ത് കെട്ടിയത്. കുതിരയെ പരിപാലിക്കുന്ന യുവാക്കൾ എത്തിയപ്പോഴാണ് കുതിരയെ അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഉടമയെത്തി ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് യുവാക്കളുടെ ക്രൂരത കണ്ടത്. ആരോ സാമൂഹ്യ വിരുദ്ധര് കുതിരയെ നല്ലപോലെ പെരുമാറിയ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു മനുഷ്യനും പൊറുക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കാല്, കൈ, ശരീരം മൊത്തം അടിച്ച് ഉടച്ച് നശിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ശരീരമാകെ മാരകമായ രീതിയിൽ ചതവേറ്റ നിലയിൽ 5 മാസം മുമ്പാണ് കുതിരയെ ഗുജറാത്തിൽ നിന്ന് വാങ്ങിയത്. 24 കൊല്ലം. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡപ്പിനുള്ള സമയമാകുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ അർജുനെക്കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നാളെ അവധിയുണ്ടെന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ പല നിർദ്ദേശങ്ങൾ നൽകുന്നവരുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞ കാര്യമാണ്. നേരത്തെ നമ്മൾ ഈ റോഡുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ റോഡിലെ വലിയ കുഴികൾ അതുണ്ടെങ്കിൽ അതുകൂടി പകർത്തണം, എന്നിട്ട് അതുകൂടി എന്താണ് പറയുക അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം റീന സതീശൻ ചോദിക്കുന്നുണ്ട്, പ്രജൻ പ്രവിത, എനിക്കൊരു സംശയം, 24-ന് സ്പെഷ്യൽ അവധി വിൽക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അവധി താ എന്നും പറഞ്ഞ് കുറേ പേരെ കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. നമ്മുടെ സ്ഥിരം ഈ മഴ മാനത്ത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് കമൻസ് ഇടാറുണ്ട്. തൃശ്ശൂർ അവധി, കൊല്ലത്ത് അവധി, കോഴിക്കോട് അവധി വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അവധി ഉണ്ടെന്നല്ല, മഴയാണ്, അവധി വേണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ എവിടെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. നാളെ വീണ്ടും 10:30 കാണാം. ഒരു നല്ല ദിനമാവട്ടെ നാളെ എന്ന് ആശംസിക്കാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്.